സ്വാഗതം. അപ്പോൾ ഇതുപോലെ ഞാൻ വോയിസ് ഒന്നും കൊടുത്തിപ്പോൾ വീഡിയോ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ബിരിയാണി. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്ക്, അതുപോലെ മലബാർ ബിരിയാണിയുടെ അടിപൊളി ടേസ്റ്റിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഈ ബിരിയാണിൻ്റെ റെസിപ്പി പെട്ടെന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കെ. ഇത്ര അറിയാത്ത ആളുകൾ പിന്നെ ഭയങ്കര ടേസ്റ്റിലും ഫ്ലേവറിലും ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ചിലർ എത്ര ഉണ്ടാക്കിയാലും ഫ്ലേവർ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ആ ഒരു മലബാർ ബിരിയാണിയുടെ ടേസ്റ്റ് ആവില്ല എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഇത് ഞാൻ കാറ്ററിങ്ങിനൊക്കെ ചെയ്യണ ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നുവെച്ചാൽ ഈ ഭയങ്കര മണമാണ് ഇതിന്. നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയ 2 ദിവസം ഈ വീട്ടിൽ നിന്ന് ആ മണം പോകില്ല. അത് ചുറ്റുഭാഗത്തുള്ളവർ ഇപ്പോൾ ഞാൻ പെരുന്നാളിന് വീഡിയോ പിന്നെ ഈ ഒരു ബിരിയാണി വെച്ചപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്ത് കൊടുത്തപ്പോൾ അവരെൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ പിന്നെ അത്രയും ഭയങ്കര ടേസ്റ്റാണ്. അവർ ഒരുപാട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കഴിയും. ബിഗ്നേഴ്സിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കിലോന് ചിക്കനാണ് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ എല്ലും അങ്ങനെയുള്ള പീസുകളാണ് കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ എടുത്തിരിക്കണേ. നല്ല പീസ് 2-3 പീസുള്ളൂ. ബാക്കിയുള്ളൊക്കെ എല്ലിൻ്റെ പീസാണ്. അപ്പോൾ ഈ എല്ലിൻ്റെ പീസൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ എന്താ അതിൻ്റെ സ്റ്റോക്കിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ എളുപ്പമുള്ള പണിയാണ് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/2 കിലോ ഏകദേശം 1/2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിന് ഉപ്പും ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ കുറച്ച് ചിക്കനിലൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അടുത്ത സ്റ്റെപ്പ് പിന്നെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ അടക്കുകയാണ് കേട്ടോ. അടച്ച് ചതക്കണം. അപ്പോൾ അത് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 കുടം വെളുത്തുള്ളി ഉണ്ട്, ഒരു 6 പച്ചമുളകുണ്ട്, അതുപോലെ 2 ചെറിയ കഷ്ണം 2-3 ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ഈ 1/2 കിലോ അരിയുടെ ചോദാണ് കേട്ടോ വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അളവാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ചതച്ചത് കൊണ്ടുവരട്ടെ. ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് വരണമെങ്കിൽ, മലബാർ ബിരിയാണിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണം. ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ബിരിയാണിക്ക് കേട്ടോ ചതക്കണം. ചതക്കണതും അരക്കണതും അതുപോലെ പിന്നെ വെറുതെ ഇടുന്നതും ഒക്കെ പല പല ടേസ്റ്റുകളായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എന്തായാലും മലബാർ ബിരിയാണിക്ക് എന്തായാലും ഇങ്ങനെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചതക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ചതച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ബിരിയാണിയുടെ ടേസ്റ്റ് ഇങ്ങനെ വരും. സവാള അരിയാട്ടം ഞാനൊരു മീഡിയം സൈസിൽ 5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മസാല ഇത്തിരി കൂടുതലാണ്. ഇത് കുറക്കണം എന്നുള്ളവർക്ക് ഒരു 4 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്തിരി മസാല വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഒരു 5 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണ്. ഏറ്റവും വലുതൊന്നുമല്ല, ഏറ്റവും ചെറുതുമല്ല, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഈ സവാളൊക്കെ നരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ സവാള തക്കാളി ഇതൊക്കെ നമുക്ക് ഇതിന് ശേഷം കുക്ക് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ വഴറ്റിയിട്ടല്ല ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഓവർ ഓയിലുകളൊന്നും നമുക്ക് ഈ ഒരു ബിരിയാണിയിൽ വരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഒറ്റ വിസിലാണ് ചിക്കൻ വേവിക്കണം കേട്ടോ. ഒറ്റ വിസിൽ. അപ്പോൾ ആ ഒരു ഓവർ ചിക്കനിൽ വേവാൻ പാടില്ല. അപ്പോൾ ഒറ്റ വിസിലായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേകുമ്പോഴേക്കും ഞാൻ വേഗം തന്നെ ഈ ഒരു സവാള അതേമാതിരി പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ. അതുപോലെ ഒരു ചെറുതാണ് എടുത്തിരിക്കണം കേട്ടോ. ചെറുതന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇടത്തരം തക്കാളിയാണെങ്കിൽ നമ്മളൊരു 6 തക്കാളി എടുത്തോളണം കേട്ടോ. ഇതിപ്പോൾ വലിയ തക്കാളിയാണ് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 6 അത്രയും ഉണ്ടാവും. അപ്പോൾ ഇതുകൂടി ചോറ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചോറിന് വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർന്നൊരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പിന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് പൊട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഇടാണ്. ഇതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സഹജീരകം, അതുപോലെ ഒരു നുള്ളു ചെറിയ ജീരകം കേട്ടോ. ഒരു കയ്യിലിടുമ്പോൾ ഒരു 10 ഉള്ള അത്രയും ചെറിയ ജീരകം. സഹജീരകമാണ് അധികം ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു നുള്ളു വലിയ ജീരകം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ നമ്മളെ ചിക്കൻ മസാല ഉണ്ടാക്കുന്ന ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കേട്ടോ, അത്ര ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 3-4 സ്ലൈസ്
സവാള ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ചിക്കനിൽ അതേമാതിരി ബീഫായാലും കുറച്ച് നെയ്യ് ചേർക്കണം കേട്ടോ. ഈ ചിക്കനും ബീഫിൻ്റെ ഒന്നും നെയ്യ് എടുത്ത് കളയരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാലയുടെ ആ ഒരു പിന്നെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു 4 കപ്പ് അരിയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വീതം വെള്ളമാണ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ 3 ആയി, 4 ആയി, 5, 6. അപ്പോൾ കേട്ടോ ഞാനിതിലേക്ക് ഉപ്പിടുകയാണ് കേട്ടോ. പാകത്തിന് ഉപ്പാണ്. ഇതിലേക്ക് ഞാനിത് കേട്ടോ എൻ്റെ ബിരിയാണിൻ്റെ സീക്രട്ടാണ്. ഇതുണ്ട് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പയ്ക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാപ്പയ്ക്ക് പഞ്ചസാര കുറച്ച് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചോറിന് ഒരു മധുരം കേട്ടോ. അല്ലാതെ നമ്മൾ ഭയങ്കര മധുരമൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു ഫ്ലേവർ വരാനാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ഇടുമ്പോൾ. നാരങ്ങയുടെ പകുതിൻ്റെ പകുതിയാണ് കേട്ടോ. ഇതൊന്ന് ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു നീരൊന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് അത് അങ്ങനെ മുഴുവൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് വരച്ചേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രമ്പാ ലീഫ് ഇടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ ചുരുട്ടിക്കെട്ടി ഇടുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇതാക്കുന്നത്. ഇനി നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 70% വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റി ഞാൻ ലിവറിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് ലിവറിൻ്റെ കഷ്ണം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അപ്പോൾ ഞാൻ ഇതാട്ടോ ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും അതുപോലെ തക്കാളിയും ഒക്കെ ഇടണം കേട്ടോ. ആ ഒരു മസാല അല്ലേ പിന്നെ അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് പൊതിഞ്ഞ മല്ലിയിലയും അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൽ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടിട്ടുള്ളത് ഉപ്പ് നോക്കിയിട്ട് ഇടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യട്ടെ. ഇതൊരു 2 വിസിൽ വരേണ്ടി വരും കേട്ടോ. കാരണം അത് നന്നായിട്ട് ഓടയണം. വെള്ളം അപ്പോൾ നമുക്ക് അരി ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് പൊതിനയുടെ അരിയും മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരി ഇടുകയാണ്. അപ്പം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനൊരു 500 ഫോളോവേഴ്സൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് നല്ലൊരു റെസിപ്പിയൊക്കെ ആയിട്ട് പിന്നെ മുഖമൊക്കെ കാണിച്ച് വരാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കൈയൊന്ന് റഹ്മാനൊന്ന് പൊള്ളിപ്പോയി കൈ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഡിലേ ആയത്. അപ്പോൾ 1000 ഫോളോവേഴ്സ് അതിന് ഒക്കെ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണാം. ഫേസ്ബുക്കിലായാലും പിന്നെ അതേപോലെ അപ്പൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലും എന്തായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ഇൻസ്റ്റയിലും പിന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. കാരണം 1000 ഫോളോവേഴ്സ് തന്നെ പെട്ടെന്ന് തന്നെ ആയിട്ടോ. എനിക്കത് ജെനുവിനായിട്ടുള്ള നല്ല ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും ഒന്ന് അമർത്താം കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യമാവുമല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ശേഷം നമുക്ക് അടച്ചു വെക്കാം. അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു ചിക്കൻ തുറക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ടിരുന്നത്. ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കട്ടെ. ചൂടാറിയതിന് ശേഷം ചെയ്താൽ മതി. അപ്പം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പം എന്നാലും നമ്മളൊന്ന് ഉപ്പ് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഉപ്പ് കറക്റ്റ് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഞാൻ റെസിപ്പി തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് കേട്ടോ. ഇതൊരു ബോൺലെസ് ആയിട്ടുള്ള പീസാണ്. ഒരു 300 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ.
ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതായിട്ട് അതൊരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും ഒഴിക്കാം. നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബോൺലെസ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും, നന്നായിട്ട് വേവും കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന്, പിന്നെ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്താം. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം കളർ ചേർത്താണ്ടിരിക്കാൻ നല്ലത്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ ഈ സീഡ്ലെസ് ആയിട്ടുള്ള മുളക് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തുമ്പോൾ നമുക്ക് നല്ല കളർ, ഒറിജിനലായിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ നമ്മളതൊന്നും ചേർത്താണ്ടിരിക്കണം നല്ലതൊക്കെ കഴിഞ്ഞോളൂ നമ്മൾ. കാരണം ഞാൻ കാറ്ററിങ്ങിൽ കൊടുക്കുമ്പോൾ ഒരു പ്രിസർവേറ്റീവും ഞാൻ ഒന്നും ഞാൻ തന്നെ ചേർത്തല്ല കേട്ടോ. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം മാഗ്നേഷൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത്. പക്ഷെ പെട്ടെന്നായാലും നല്ല കൂടി എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ സിമ്മിലാണ് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വെള്ളം വറ്റിയിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് കാണിക്കാം. അപ്പം ഞാൻ ചിക്കൻ ദമ്മിടൂല. ചിക്കനൊക്കെ ചെറുത് ദമ്മിടുമ്പോൾ ഈ ഒരു ലീഫ് ഇതിനാണ് മാറ്റും കേട്ടോ. പിന്നെ നമുക്കത് ആ ഒരു ലീഫിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ചോറിലായിട്ടുണ്ടാവുമല്ലോ. ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാലിൽ ഒരു 3 ഡ്രോപ്സ് പിന്നെ പനീറില്ലേ, നമ്മളെ പനിനീർ, നമ്മളെ റോസ് വാട്ടറാണ്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ മലബാർ ബിരിയാണിക്ക് രുചി കൊടുക്കണ ഒരു ഇൻഗ്രീഡിയൻസാണ് റോസ് വാട്ടർ ഇട്ട പാലിലാക്കിയിട്ട്. അതിൽ കളറോ മഞ്ഞ കളറോ ഒന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മളെ മസാല വരുമ്പോൾ ഓൾറെഡി ചോറ് നല്ല മഞ്ഞ കളറാവും കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടുള്ള മഞ്ഞ കളറാവും. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ആ പാലിൽ ചേർത്തേണ്ട, മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചോറ് നന്നായിട്ട് ഏകദേശം ഒരു 95% ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മുടെ ദമ്മിലാണ് ഇനി ബാക്കി ആവണത്. അപ്പോൾ നമ്മൾ ഇനി മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചോറ് എടുക്കാം. അപ്പോൾ ചോറ് ഞാനിത് ഓഫാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ അത് ചരക്ക് വെച്ചിട്ട്. അപ്പോൾ ഡീപ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ ഒരു വേവിച്ച ആ ഒരു മാഗ്നേഷൻ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിലാണ് മസാല തയ്യാറാക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. കുക്കറിൽ പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടിയുള്ള ആ മിക്സില്ലേ, അത് ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്ത് ചട്ടിയിലേക്ക് തന്നെ ഇടാണ് കേട്ടോ. ഇത് ഈ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. വറ്റിയിട്ട് ശേഷം നമുക്ക് കുരുമുളക് ബിരിയാണി മസാലയിൽ കുരുമുളക് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കുരുമുളക് ഇതിൽ ക്രഷാക്കിയിട്ട് ഇടാം. ഏകദേശം ഒരു ടീസ്പൂണോളം ക്രഷാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ എരിവുള്ളൂ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി മുളക് പൊടി ഞാൻ ആ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കൻ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ്, ഉടഞ്ഞും പോവില്ല. അപ്പോൾ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലാട്ടോ ഈ ഒരു ബിരിയാണി മസാലയിൽ. ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് സ്പെഷ്യലാണ്. ഞാൻ കുറച്ച് പുതിന മല്ലിയിലും കൂടി ഇതിലേക്ക് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. പുളിക്ക് വേണ്ടി നമുക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യൽ മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവർ വരുമ്പോൾ പുതിന, അതുപോലെ മല്ലിയില, അതുപോലെ തൈരിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഒരുമിച്ച് കൂടുമ്പോഴുള്ള പ്രത്യേക സ്മെല്ലൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ
പൊരിച്ച് വെച്ച ചിക്കനും ഈ മസാലയും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് നല്ലൊരു പരുവാകുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം കുക്കായ ചിക്കനാണ്. അതുപോലെ തന്നെ മസാല ഒന്ന് ആ ഒരു ചിക്കനിലേക്ക് ഇറങ്ങിയാൽ മതി. നമ്മളെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ദമ്മിടാട്ടോ. അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റുകയാണ് ഞാൻ. ഈ ചോറൊക്കെ ഒരു സൈഡിലേക്ക് നമുക്ക് സൈഡിലായിട്ട് ഇടാം. മസാലയും ഇടാൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് ഓൾറെഡി ആയിട്ട് ആ മറ്റേ രമ്പ ലീഫ് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ലീഫ് കിടക്കുമ്പോൾ നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നും. അപ്പം ഇനി ഇനി 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഓൾറെഡി അരി ചോറും അതുപോലെ തന്നെ എല്ലാ മസാല റെഡിയാണ്. അപ്പം ഇനി ഇതൊന്ന് ദമ്മായി കിട്ടിയാൽ മതി. ചെയ്ത് ഓണിയനും അതുപോലെ കാഷ്നട്ടും മുന്തിരി കുറച്ചുള്ളത് ഇവിടെ ഉള്ളത് ഞാൻ ചേർത്തിയതാണ് കേട്ടോ. കൂട്ടും കുറക്കും ചെയ്തതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ഇനി ഇത് നമുക്ക് അടിപൊളി ഒരു കിടിലും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മലബാർ ബിരിയാണിയിലൊക്കെ നമുക്കൊരു ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു അടിപൊളി ചമ്മന്തി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയിലാണ് ഇടുന്നത്. ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇത് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. ഇത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മളെ ദമ്മ് പൊട്ടിക്കാൻ കേട്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട മസാലയൊക്കെ ഒരു ഭാഗത്താണ്. ചോറൊക്കെ നല്ല വിട്ടുള്ള വേവലാണ് കേട്ടോ. ഒന്നൊന്നും തൊട്ടാണ്ട് എന്നാലും നന്നായിട്ട് കുക്കാവും ചെയ്തിട്ടുണ്ട്. അടിപൊളി ബിരിയാണി. ഒരു പ്ലേറ്റിലേക്കൊന്ന് വിളമ്പാം. അടുത്തേക്ക് പിടിക്കുക, എന്നാലും നല്ല ആ ഒരു ഗ്ലേസിങ് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആ ചോറിൻ്റെ ഗ്ലേസിങ്. അടിപൊളി മലബാർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൈഡായിട്ട് നല്ല തേങ്ങ ചമ്മന്തി അതിൻ്റെ റെസിപ്പി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോയും സവാള ഇതൊക്കെ ഒനിയനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഒരു കച്ചമ്പറാണ് കേട്ടോ അത് ഉണ്ടാക്കിക്കുന്നത്. പിന്നെ അതാ അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ അച്ചാർ കേട്ടോ. അതാണെന്ന് ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.